ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണ്? പോണ്ടിച്ചേരി സ്റ്റൈൽ തവലാട. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് പച്ചരിയോ ഇഡ്ലി അരിയോ ഇല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കുന്ന അരി കൂടെ ഇടാം. അതിൻ്റെ ഒപ്പം 1/4 കപ്പ് സാമ്പാർ പരിപ്പ് ഇടാം. അതിൻ്റെ ഒപ്പം 1/2 കപ്പ് ചന്നാദാൽ ഇടാം. ചന്നാദാൽ വെച്ചാൽ കടലപ്പരിപ്പ്. അതിൻ്റെ ഒപ്പം നമ്മൾ 1/4 കപ്പ് ഉഴുന്നിടാം. ഉഴുന്നിൻ്റെ ഒപ്പം നമ്മൾ 1/4 കപ്പ് നമ്മൾ ചെറുപയറിടാം. ചെറുപയറിൻ്റെ ഒപ്പം 1/4 കപ്പ് മൂന്താൽ ഇടാം. പിന്നീട് എരിവ് അനുസരിച്ച് അവരവരുടെ എരിവ് അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കാം. ഞാൻ ഇന്ന് 3 ഉണക്കമുളകാണ് ഇടുന്നത്. അതിൻ്റെ ഒപ്പം 3 വെളുത്തുള്ളി ചെറുതായിട്ട് ക്ലീൻ ആക്കി വെച്ച് ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചിടുന്നു. എല്ലാം ഒരുമിച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം. 3 മണിക്കൂർ വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമിംഗ് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ശേഷം അരച്ച് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കുന്ന അടയാണ്. 3 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ അടച്ച് വെക്കാം. 3 മണിക്കൂർ ശേഷം നോക്കി നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു മിക്സി ബൗളിൽ മാറ്റിയിട്ട് കോറസ് ആയിട്ട് അരയ്ക്കണം. തരിതരിയായിട്ട് അരയ്ക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് അരയ്ക്കാൻ പാടില്ല. ഇത് തവലാട പറയുന്നത് തമിഴ്നാട്ടിൽ വെള്ളം എടുത്ത് വെക്കില്ല, വാട്ടർ പോട്ടാണ് തവള പറയും. ഇത് തമിഴ്നാട്ടിൽ ഒരുപാട് സ്റ്റൈൽ ഉണ്ട്. തഞ്ചാവൂർ സ്റ്റൈൽ, മധുരൈ സ്റ്റൈൽ, കുംഭകോണം സ്റ്റൈൽ, ഒരുപാട് സ്റ്റൈൽ ഉണ്ട്. ഞാൻ പോണ്ടിച്ചേരി സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഈവനിങ് സ്നാക്സ്. ഇത് ചട്നി, മല്ലിയില ചട്നി, ഏത് ചട്നി വേണമെങ്കിലും കഴിക്കാം. വെറുതെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അവരവർ സ്വാദനുസരിച്ച് നമ്മൾ ഉപ്പിട്ട ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇടണം. പെരിഞ്ജീരകം ഒപ്പം നമ്മൾ മല്ലിയിലയും വേപ്പിലയും കൈകൊണ്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയ ശേഷം നമ്മൾ ചെറുകി വെച്ച തേങ്ങ ഇടണം. ചെറുകി വെച്ച തേങ്ങാനായിട്ടിടാം. വേറെ ഒരു തേങ്ങ ഇടാൻ പാടില്ല. നോക്കി 1/2 കപ്പ് ഞാൻ ഇടുന്നു. 1/2 കപ്പ് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ആക്കി അത് മാറ്റി വെക്കുക. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ സവാളയും പിന്നീട് ഗ്രീൻ ചില്ലിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അത് വഴറ്റിയിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് സവാള ഞാൻ 1 വലിയ സൈസ് എടുക്കുന്നത്. ചെറിയ സൈസ് വെച്ചാൽ 2 എടുത്തിട്ട് നന്നായിട്ട് ചെറുതായി മുറിച്ച ശേഷം അത് മാറ്റി വെച്ചിട്ട് ഒരു അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഗീയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിൽ ഇട്ടിട്ട് മീഡിയം ഹീറ്റിൽ വെച്ച ശേഷം അതിൻ്റെ കടുക് പൊട്ടിക്കണം. 1 ടീസ്പൂൺ ഉറുദാൽ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് അത് കുറച്ച് മുറിഞ്ഞ ശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ സവാളയും പച്ചമുളകും, അത് ചെറുതായിട്ട് വഴറ്റണം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് വഴറ്റിയാൽ മതി. അത് സോഫ്റ്റ് ആയാൽ മതി. അത്രയേ ഉള്ളൂ അതിൻ്റെ കറക്റ്റ് പദം പറയുന്നത്. ഇപ്പം നോക്കിയേ, നമ്മൾ നന്നായിട്ട് വഴറ്റിയ ശേഷം അത് നമ്മൾ എടുത്ത് മാറ്റി ആ അട ഉണ്ടാക്കി വെച്ചില്ലേ പേസ്റ്റ്, ആ പേസ്റ്റിൽ മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം. ഇപ്പം നമ്മളുടെ ബാറ്റർ റെഡിയായി. ഇപ്പം നമ്മൾ അട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഓക്കെ, ഇതാണ് എല്ലാം ഒരുമിച്ച് മിക്സ് ആക്കിയ ശേഷം നമ്മൾ മീഡിയം ഹീറ്റിൽ അടുപ്പത്ത് ദോശ തവ വെക്കുക. അത് എണ്ണ പുരട്ടിയ ശേഷം ഒരു തവി നമ്മൾ അട ബാറ്റർ എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് റൗണ്ടായിട്ട് ജെന്റിലായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. നോക്കി ഞാൻ കാണിക്കുന്ന പോലെ ഒരുപാട് നേരിയതായിട്ട് ആക്കണ്ട, ചെറിയ തടി ഉണ്ടാവണം, നേരിയ തടി ഉണ്ടാവണം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയ ശേഷം 1 ടീസ്പൂൺ ജസ്റ്റ് സൈഡിലൊപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എന്തിനാ ഒഴിച്ചു കൊടുക്കുക വെച്ചാൽ മുറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. ജസ്റ്റ് ഒരു സൈഡ് വെന്ന് കിട്ടാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ശേഷം നമ്മൾ അത് തിരിച്ചിട്ട ശേഷം ജസ്റ്റ് ഇങ്ങനെ ജെന്റിലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പിന്നെയും നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൈഡിലൊപ്പം ഒഴിച്ച ശേഷം നമ്മളുടെ അട റെഡിയായി. ഞാൻ പിന്നെയും നിങ്ങൾക്ക് സെക്കൻഡ് ടൈം ഉണ്ടാക്കി കാണിക്കാം, പിന്നെയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ. ഇപ്പം അത് നമ്മൾ സേവിങ് പ്ലേറ്റിൽ മാറ്റി വെക്കാം. അതും തിരിച്ചിടുമ്പോഴും 1 മിനിറ്റ് വെക്കണം. അപ്പോൾ ടോട്ടലായിട്ട് 2 മിനിറ്റ്സ് മതി, 2 നിമിഷം മതി നമ്മൾ ഈ അട ഉണ്ടാക്കാം.
ഇപ്പം നോക്കിയേ, ഇപ്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാറ്റി സെർവിങ് പ്ലേറ്റിൽ മാറ്റി വയ്ക്കുക. പിന്നെയും ഞാൻ കാണിക്കാം. പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം അട ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഇങ്ങനെ എണ്ണ പരട്ടി കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് കൂടെ എണ്ണ തുടച്ച് കൊടുക്കാം. പിന്നീട് ഒരു കവി ബാറ്റർ ഇടാം. ബാറ്റർ ഇട്ട ശേഷം ജെന്റിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് 1 ടീസ്പൂൺ സൈഡിലൊപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് അത് കവിലുകൊണ്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നെയും എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ തവലട റെഡിയായി. നോക്കി, ഇത്ര തടി ഉണ്ടാവണം, ഒരുപാട് നേരിയതായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഞാൻ കാണിക്കുന്നില്ലേ വീഡിയോയിൽ, അതുപോലെ ഇത്തിരി തടി ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കോക്കനട്ട് ചട്നിയോ മല്ലിയില ചട്നിയോ ഇല്ലെങ്കിൽ ചട്നി ഇല്ലാണ്ട് വെറുതെ കൂടെ കഴിക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.